വെൽക്കം ബാക്ക് ടു വീനാസ് ട്രെയിനിങ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ്, സമവാക്യ പരിഹാരം. നമ്മൾ അതിൻ്റെ 1ാമത്തെ പാർട്ട് ഇട്ടതാണ്. അഥവാ കിട്ടാത്തവർക്കുണ്ടെങ്കിൽ ഇതാണൊന്ന് കാണിക്കാം. 1ാമത്തെ ചോദ്യം ഇതായിരുന്നു. 2ാമത്തത് കേട്ടോ, അഥവാ കാണാത്തവരോ കേൾക്കാത്തവരോ ഒന്ന് ഇത് കണക്കൊരിക്കലും കണ്ടുപഠിക്കാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ, ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ 1ാമത്തെ ലിങ്ക് കയറി കാണണം കേട്ടോ. അഥവാ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിലെല്ലാം മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുക, നമ്മൾ 1ാമത്തെ പാർട്ട് നല്ലതുപോലെ കണ്ടിട്ട് വേണം ഇന്ന് 2ാമത്തെ പാർട്ട് കാണാൻ കേട്ടോ കുഞ്ഞുങ്ങളെ. കണക്ക് എപ്പോഴും നമ്മളൊരാൾ ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാവില്ല, അത് ഞാൻ എടുത്ത് പറയുകയാണ്. അത് എങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്കറിയണ്ടായോ കേട്ടോ. അതുകൊണ്ട് ആ ലിങ്ക് കയറി കണ്ടതിന് കാണണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇത്രയായിരുന്നു ചെയ്തത്. നമുക്കിന്ന് ബാക്കി ചെയ്യാം. അതായത് പേജ് നമ്പർ 82-ലെയാണ് കേട്ടോ. പേജ് നമ്പർ 82-ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാവും നിങ്ങളെ ഗുണനവും ഹരണം, അത് കഴിഞ്ഞു പലവിധ മാറ്റം. അതെ, ഇവിടെ മുതലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഗുണനവും ഹരണവും ഒക്കെയാണ് ഈ ഹോംവർക്കായിരുന്നു ഇതുവരെ ചെയ്തത് അല്ലേ. ഇതിനെന്തെങ്കിലും എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് തന്നെ 1ാമത്തെ പാർട്ടി പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറ. ഞാനപ്പോൾ അടുത്ത പാർട്ട് ഇടുമ്പം ആ സംശയം ഉള്ളതും കൂടെ കവർ ചെയ്താവും നിങ്ങളെ അടുത്തത് പോകുന്നത് കേട്ടോ. എവിടെയെങ്കിലും എന്തെങ്കിലും വന്നത് എങ്ങനെയാണെന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 80-ൻ്റെ ലാസ്റ്റിൽ കണ്ടോ കുഞ്ഞുങ്ങളെ, പലവിധ മാറ്റങ്ങളുണ്ടെന്ന് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ എക്സർസൈസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കുറേ ആരോമാർക്ക് അങ്ങോട്ട്, കുറേ ആരോമാർക്ക് ഇങ്ങോട്ട് എന്നൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ 1ാമത്തതേ ഒന്ന് ചെയ്തു നോക്കാം കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഞാൻ എക്സർസൈസ് മാത്രം പറഞ്ഞു പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. അതെ, അതായത് ക്വസ്റ്റ്യൻ നമ്മുടെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. 2 നോട്ട് പുസ്തകവും നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. 2 നോട്ട് പുസ്തകവും കേട്ടോ, നോട്ട് ബുക്കും 6 രൂപയ്ക്ക് ഒരു പേന, 2 നോട്ട് ബുക്കാണ്. 6 രൂപയ്ക്ക് ഒരു പേനയും വാങ്ങിയപ്പോൾ 46 രൂപ ചിലവായി. ഒരു നോട്ട് പുസ്തകത്തിൻ്റെ വില എന്താണ്? നമ്മൾ സാധാരണ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ 2 നോട്ട് പുസ്തകമാവും ഞങ്ങൾ. നമ്മൾ സാധാരണ രീതി ചെയ്യുന്നതെങ്ങനെ, 2 നോട്ട് ബുക്ക് എന്നുള്ളതിന് വില അറിയത്തില്ല. അപ്പം നമ്മൾ എന്താ, 2 നോട്ട് ബുക്കിന് നോട്ട് ബുക്ക് എന്ന് തന്നെ എഴുതിക്കോ. 2 നോട്ട് ബുക്ക്, പിന്നെ 6 രൂപയ്ക്ക് ഒരു പേനയും വാങ്ങിച്ചപ്പോൾ 46 രൂപ ചിലവായി. ഇതാ സംഭവം. 2 നോട്ട് പുസ്തകവും 6 രൂപയ്ക്ക് ഒരു പേനയും വാങ്ങിയപ്പോൾ എത്ര, 46 രൂപ ചിലവായി. എന്നാൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്താണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. നോട്ട് ബുക്കിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് വേണമെങ്കിലും പറയാം. നമ്മളത് ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാണ് കേട്ടോ. ഏതോ നോട്ട് ബുക്കോ പുസ്തകമോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് അറിയാൻ വയ്യാത്തതിനെ നമുക്ക് എക്സ് എന്ന പേര് കൊടുക്കാം കേട്ടോ നിങ്ങളെ. നമുക്കിവിടെ നോട്ട് ബുക്കാണെന്ന് അറിയാം, പക്ഷെ അത് എത്ര രൂപയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അറിയാൻ വയ്യാതെ ഏത് വരുന്നു അത് നിങ്ങൾ എന്താ, എക്സ് എന്ന പേരിൽ കൊടുക്കുക. എളുപ്പത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 2x + 6 = 46 എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. 2x + 6, ഇതൊക്കെ വന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? 2 നോട്ട് ബുക്ക്, 6 രൂപയുടെ ഒരു പേന, 2 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 46 രൂപയായെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നോട്ട് ബുക്കിൻ്റെ വില എന്താണെന്നാണ് കേട്ടോ. അപ്പം ഈ 2x എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 2 × x എന്നാണ് കേട്ടോ. അതറിയണേ. 2x എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2 × x എന്നാണ്. +6 = 46. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താ, ഈ നോട്ട് ബുക്കിൻ്റെ വിലയാണ് അല്ലേ. 2 നോട്ട് ബുക്കിന് 2 നോട്ട് ബുക്കും എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വിലയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾ 2x എന്ന് തന്നെ അങ്ങ് എഴുതിക്കോ. 2x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈക്വൽ കഴിഞ്ഞിട്ട്, നമ്മുടെ ക്ലാസ് കണ്ടവർക്കറിയാം, ഈക്വൽ കഴിഞ്ഞിട്ടുള്ളത് ആദ്യമേ എഴുതുക 46. ഇനി ഈക്വലിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്നത് +6 ആണ്, അതിപ്പുറത്ത് വരുമ്പോൾ -6 ആയി. അപ്പം 2x = 46 ൽ 6 പോയാൽ 40 ആണ് അല്ലേ. അപ്പം 2x എന്ന് പറയുന്നത് 40 ആണ്. അപ്പം x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? x ആണല്ലോ നമ്മുടെ നോട്ട് ബുക്ക്.
2 ബുക്കിന് 40 രൂപയാണെങ്കിൽ നമുക്ക് മനക്കണക്കായിട്ട് പറയാം, 2 ബുക്കിന് 40 രൂപയെങ്കിൽ ഒരു ബുക്കിന് 20 രൂപയാണ് അല്ലേ? നമുക്കതറിയാം. 2 ബുക്കിന് 2 നോട്ട് ബുക്ക് അല്ലേ കുഞ്ഞുങ്ങളെവിടെ? നോട്ട് ബുക്കിനാണ് എക്സ് എന്ന പേര് നമ്മൾ കൊടുത്തത്. 2 നോട്ട് ബുക്കിന് 40 രൂപയാണെങ്കിൽ ഒരു നോട്ട് ബുക്കിന് എത്രയാണെന്ന്, അപ്പം 2x 2 ഇൻറ്റു എക്സ്, അപ്പം ഇൻറ്റു ആണ് ഇവിടെ വന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താവും? ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഗുണിക്കാൻ, അതായത് മൾട്ടിപ്പിൾ ആ വരുന്നതെങ്കിൽ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈക്വലിൻ്റെ ഇപ്പുറത്ത് പ്ലസ് ആണെങ്കിൽ അത് ഈക്വലിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ഈക്വലിൻ്റെ ഇപ്പുറത്ത് മൈനസ് ആണെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് ആവും. ഇനി ഇൻറ്റു ആ വരുന്നതെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പം ഡിവിഷനായിട്ട് മാറും. ഇനി ഡിവിഷൻ ആ വരുന്നതെങ്കിൽ അത് ഇപ്പുറത്ത് വരുമ്പം ഇൻറ്റു ആയിട്ട് മാറും. ഇതറിയാവുന്നെങ്കിലേ നമുക്ക് ഇനി അങ്ങോട്ട് കണക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം 40 ഡിവൈഡ് 2 20 കുഞ്ഞുങ്ങളെ. അതാണ് ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ചെയ്തിട്ടേക്കുന്ന കണക്കാ കേട്ടോ. അതെങ്ങനെ കിട്ടിയെന്ന് അഥവാ സ്കൂളിൽ പോകാത്ത കുട്ടികളോ വല്ലതും ഉണ്ടെങ്കിൽ അറിയണ്ടേ, അതിന് വേണ്ടി തന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഈ രീതി ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇനി വേറൊരു എന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യം തന്നെ എന്താണ്? പലവിധ മാറ്റമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കണേ നിങ്ങൾ. ഏതാണ്ട് ഈ ക്വസ്റ്റ്യൻ ആണേ. ഒരു സംഖ്യയുടെ, ഇനി നമുക്ക് വേറൊരു രീതി നോക്കാം, നിങ്ങൾക്ക് ഏതാണ് നോക്കണേ മനസ്സിലാവുന്നത്. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 സംഖ്യ കൂട്ടിയപ്പോൾ 50 സംഖ്യ എന്താണ്? ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 3 ടൈംസ് കേട്ടോ 2 കൂട്ടിയപ്പോൾ 50 ആയിട്ട് സംഖ്യ ഏതാണ്? നിങ്ങൾ പേടിക്കേണ്ട കുഞ്ഞിലെ എക്സർസൈസിനകത്തിലെ എല്ലാം ഞാൻ ഇംഗ്ലീഷും മലയാളത്തിലും ആ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് ഇങ്ങനെയുള്ള കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു സംഖ്യ ഏതാണെന്ന് നമുക്കറിയത്തില്ല. ഇത് നല്ലതുപോലെ പഠിക്കണം. ഇനിയുള്ള കണക്ക് നമുക്ക് ഇങ്ങനെയാണ് ചെയ്യണ്ടേ. ഒരു സംഖ്യ എന്നാ പറയുന്നത്, സംഖ്യ ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ അതിനെ ഒരു സർക്കിൾ കൊടുത്തു കേട്ടോ. സംഖ്യ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം നമുക്കിവിടെ. പക്ഷേ ആൻസർ എഴുതുന്നതുകൊണ്ട് ഞാനവിടെ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കാം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ പിന്നെ എനിക്ക് അവിടെ ആൻസർ എഴുതണ്ടേ. അപ്പം ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടെന്നാണ്. 3 മടങ്ങ്. അടുത്തത് ഞാൻ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യും 3 സർക്കിൾ ആദ്യമേ അങ്ങ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ ഫസ്റ്റ് നിങ്ങളുടെ ജോലി ഇങ്ങനെ ആരോ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് പേടിക്കേണ്ടല്ലോ, ഇതറിയാമല്ലോ ഇല്ലയോ? ഓക്കെ. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ ഒരു സംഖ്യയാണിത്. അതിൻ്റെ 3 മടങ്ങിനോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റു 3 ആണ്. 3 മടങ്ങ് 3 ടൈംസ് കേട്ടോ. 3 മടങ്ങ് എന്ന് പറയുന്നത് ഇൻറ്റു 3 ആണ്. 2 കൂട്ടിയപ്പോൾ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ അപ്പോൾ +2 ആണ്. അപ്പം നമുക്കിവിടെ തന്നെ എന്തോ അറിയോ? എത്ര 3 മടങ്ങല്ലേ? അപ്പോൾ 3 ഇൻറ്റു നമ്പറാണ് കേട്ടോ. 3 ഇൻറ്റു നമ്പർ. 3 മടങ്ങല്ലേ പറഞ്ഞത് ഇല്ലേ? 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 50 കിട്ടിയെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏതോ ഒരു സംഖ്യ അതിൻ്റെ 3 മടങ്ങിനോട് ഇൻറ്റു 3, ഇതുപോലെ തന്നെ അങ്ങ് പഠിക്കണം. 3 മടങ്ങിനോട്, അപ്പോൾ ഇവിടെ ഒരു സംഖ്യ കിട്ടും കേട്ടോ. 3 മടങ്ങിനോട് 3 ഇൻറ്റു ടൈം നമ്മുടെ ചോദ്യം. 2 കൂട്ടിയപ്പോൾ 50 കിട്ടും. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മൾ എന്താണെന്നറിയാം, ഇവിടെ വരെ വന്നു. ഇനി നമ്മൾ തിരിഞ്ഞു പോകണം. തിരിഞ്ഞു പോകുന്ന നോക്കണേണ്ട ഇങ്ങനെ അത് തിരിഞ്ഞു പോകണം. അപ്പോൾ പോകുമ്പോൾ എന്താണെന്നറിയോ? ഈ +2 ഇവിടെ വരുമ്പം -2 ആയിട്ട് മാറും. നല്ലപോലെ മനസ്സിലാക്കണേ. ഈ +2 ഇവിടെ വരുമ്പോൾ -2 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 50-ൽ നിന്നും 2 കുറയ്ക്കണമെന്നാണ്. എത്ര വരും? 48. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് സംശയം ഉണ്ടോ നിങ്ങളെ? 3 മടങ്ങ് 2 കൂട്ടി 50 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടേ. ഇനി മേളിൽ കൂട്ടാനല്ലേ, അപ്പോൾ താഴെ വരുമ്പോൾ കുറയ്ക്കണം. 50-ൽ നിന്ന് 2 കുറച്ചപ്പം ഇനിയാണ് ഈ ബോക്സിൽ എഴുതേണ്ടത്. എത്ര കിട്ടി? 48 കിട്ടി. ഈ 48 മനസ്സിലായോ? ഇനി ആ 48 വീണ്ടും വരിക. ഇവിടെ ഇൻറ്റു 3 ആണ്. ഇത് താഴെ വരുമ്പം ഡിവിഷൻ 3 ആയിട്ട് മാറി. മുമ്പ് ഞാൻ പറയില്ല, ഇതാ സംഭവം. ഇൻറ്റു 3 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ 3 ആയിട്ട് മാറി. +2 ഇവിടെ വരുമ്പോൾ -2 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ആ കിട്ടിയ 48-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 3 3 18 6 3 18. അപ്പോൾ എത്ര വന്നു? 16. അപ്പോൾ ഇവിടുത്തെ ആൻസർ 16 ആണ്. നിങ്ങളുടെ ടെസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള സംശയം മാറിയല്ലോ. ഇത് 2-3 ഈ മോഡൽ നമ്മൾ ചെയ്യുമ്പം ആ സംശയമേ അങ്ങ് മാറും കേട്ടോ. നമുക്ക് എക്സർസൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആ സംശയം മാറും. നോക്കാം, ഏകദേശമൊക്കെ ഒരു 100-ൽ ഒരു 5% പിടി കിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇനി ഇത് നമ്മൾ 3-4 ചെയ്യുമ്പോൾ നമുക്ക് ആ മെത്തേഡ് മനസ്സിലാവും. ഓക്കെ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്ററും ഒരു വശം
5 മീറ്ററുമാണ്. മറ്റേ വശം എത്ര മീറ്റർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ചോദ്യം നല്ലപോലെ മനസ്സിലാകണേ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്ററാണ്. ഒരു വശം 5 മീറ്ററാണ്. ഒരു വശം 5 മീറ്ററാണ്. പിന്നോ മറ്റേ വശം എത്ര മീറ്റർ ആണെന്നാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 50 മീറ്റർ. 50 മീറ്റർ പെരിമീറ്റർ ആണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്, ഒരു സൈഡ് 5 മീറ്ററുമാണ്. 5 മീറ്ററും 50 മീറ്റർ പെരിമീറ്റർ, 5 മീറ്റർ ലെങ്തിൻ്റെ ഒരു സൈഡ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? അതായത് ഒരു റെക്റ്റാങ്കിൾ ആവും നിങ്ങളെ, നല്ല റെക്റ്റാങ്കിൾ ആണ്. ഇത് വരയ്ക്കാനൊന്നും പറഞ്ഞില്ല, നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണുന്നുള്ള ഇക്വേഷൻ എന്താവും നിങ്ങളെ? പെരിമീറ്റർ നമുക്കറിയാം അല്ലേ, എന്താ? 2 × L + B ആണ്. ഇത് ഓർത്തോണേ, 2 × L + B ആണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 2 × L + B. നമുക്ക് ഇപ്പോൾ ആ ചെയ്ത രീതി തന്നെ ചെയ്യാം. ആദ്യമേ എന്ത് ചെയ്യണം? ആദ്യമേ 3 വട്ടം വരയ്ക്കണം. 1 2 3. മനസ്സിലാക്കണേ, 3 വട്ടം വരച്ചു. ചോദ്യം നല്ലപോലെ നോക്കണേ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി പെരിമീറ്റർ നമുക്ക് കിട്ടിയ 50 ആണ്. മനസ്സിലാക്കണേ, പെരിമീറ്റർ എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് നമ്മൾ ലാസ്റ്റിൽ എഴുതുന്നത് കേട്ടോ, മീറ്റർ. ഒരു വശം 5 മീറ്റർ ആണ്. ഒരു വശം എത്ര ആവും നിങ്ങളെ? 5 മീറ്റർ ആണ്. മറ്റേ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ഇവിടെ നമുക്ക് ഇവിടെ സംഖ്യ എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ, ഫസ്റ്റ് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ട്, ഇങ്ങനെ നമ്മൾ ആ ഫസ്റ്റ് ഇതങ്ങ് വരയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ, ഒരു സൈഡ് തന്നിട്ടുണ്ട് എത്ര? 5 കൂട്ടാനല്ലേ, 5 ലെങ്തും ബ്രെഡ്ത്തും 5 ആണ് കേട്ടോ. മടങ്ങല്ലേ ഇത് കേട്ടോ, ടൈംസ് അല്ല. 5 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 5 മീറ്റർ. ഇനി 2 × L + B ആണ് എന്താ, അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. L × B അല്ല, L + B. L അതായത് ലെങ്തും, ഇവിടെ ഞാൻ എഴുതാം, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതാ ഇവിടെ വരുന്നത് കേട്ടോ, ലെങ്തും ബ്രെഡ്ത്തും, നീളവും വീതിയും. എത്ര? 2 × L + B ആണ്. അപ്പോൾ ഇവിടെ എന്താ, × 2. നല്ലതുപോലെ ആ × 2 ഒക്കെ വന്നേ അറിയാം. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. F+5 എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ 5 മീറ്റർ നീളം കേട്ടോ. നീളം ഒരു സൈഡ് തന്നിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട്. മറ്റേ സൈഡ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ × 2 വന്നപ്പോൾ 50 വന്നു. ഇനി നമുക്കറിയാം മേളിൽ തന്നിട്ടുണ്ടെങ്കിൽ താഴെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ. ഇങ്ങനെ നോക്കിയേ, ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ വന്നു. ഇവിടെ × 2 അല്ലേ, × 2 താഴെ വരുമ്പോൾ എന്തോ ആവും? എന്തോ ആയിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. ഡിവിഷൻ 2 ആവും. കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? 3 സർക്കിൾ വരയ്ക്കുക. ഒന്നാമത് എന്താണെന്ന് നമുക്കറിയത്തില്ല, എല്ലാത്തിൻ്റെയും ഒന്നാമത്തേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ലെങ്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ. പിന്നെ റെക്റ്റാങ്കിളിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ ചതുരത്തിൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ 2 × L + B ആണ്. നമുക്ക് കുഞ്ഞിലേ മുതലേ അറിയാം, പെരിമീറ്റർ കാണുന്നത് 2 × L + B ആണ്. അപ്പോൾ അതിൻ്റെ 2 ആണ് ഈ 2 കേട്ടോ, × 2. അപ്പോൾ അത് താഴെ വന്നപ്പോൾ എന്തോ ആയി? ഡിവിഷൻ 2 ആയിട്ട് മാറി. 50നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 25 വരുന്നതെന്നല്ലേ. അത് സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എത്ര വരും കുഞ്ഞുങ്ങളെ? 25 അല്ലേ. വീണ്ടും അവിടുന്ന് തിരിച്ചിങ്ങനെ വരിക, വീണ്ടും തിരിച്ച് ഇതിനകത്ത് കയറണം. അപ്പോൾ ഇവിടെ +5 ആണ്, അത് താഴെ വരുമ്പോൾ എന്താ? -5 ആവും. ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ പിടികിട്ടിയോ? സൈൻ അങ്ങ് മാറ്റിയാൽ മതി. +5 ഇവിടെ വരുമ്പോൾ -5. അപ്പോൾ 25ൽ നിന്ന് 5 കുറച്ചാൽ 20 ഇവിടുത്തെ ആൻസർ. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലപോലെ നോക്കാം. നമുക്ക് 2-3 എണ്ണം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കാം അടുത്തേ, നല്ലപോലെ മനസ്സിലാക്കണേ. അടുത്തത് നോക്കിയേ. വെൻ അനിത ആൻഡ് ഹെർ ഫ്രണ്ട് bought 5 pens together, they got a reduction of 3 rupees in the price. The total cost was 32 rupees. Had they bought the pen individually, how much would it have cost each? അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിച്ചപ്പോൾ, 5 പേന നോക്കണേ കുഞ്ഞുങ്ങളെ, 5 പേന അവർ ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്നും 3 രൂപ കുറഞ്ഞു കിട്ടി.
നല്ലപോലെ നോക്കണേ. 2 കൂട്ടുകാർ നിങ്ങളുടെ പേരായിക്കോട്ടെ, നിങ്ങളുടെ ആരുടെയിലേയും 2 പേരുടെ പേരായിക്കോട്ടെ. 5 പേന ഒന്നിച്ച്, നമ്മൾ ഓരോ പേനയല്ലേ അല്ലേ ഇപ്പോൾ ഓരോ പേനയൊന്നും ഇല്ലല്ലേ, ഇപ്പോൾ ഓരോ പാക്കറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. 5 പേന ഒന്നിച്ച് വാങ്ങിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞ് എന്താ, നിങ്ങൾക്ക് 3 രൂപ കുറച്ച് തരാവുന്ന അല്ലേ, അത് കൊള്ളാം, 3 രൂപ കുറച്ച് തരാവുന്ന. അവർക്ക് അപ്പോൾ എന്താ 32 രൂപയാണ് അപ്പോൾ അവിടെ ആ പേന മേടിക്കാൻ ചിലവായത്. അപ്പോൾ ഓരോന്നായിട്ട് വാങ്ങിയിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ കൊടുക്കണമായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. നല്ലപോലെ മനസ്സിലായല്ലോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ടോ കുഞ്ഞുങ്ങളെ, നല്ലപോലെ മനസ്സിലാക്കണേ. കണ്ടോ, നല്ലപോലെ മനസ്സിലാക്കണേ. അപ്പം നമുക്ക് ആൻസർ എഴുതാം. നമ്മൾ എങ്ങനെ എഴുതാൻ പഠിച്ചത്? 3 സർക്കിൾ കൊടുക്കുക. 1 2 3 കേട്ടോ, ഇങ്ങനെ തന്നെ പഠിച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതിൽ നിന്നും ഇതിലോട്ട്, ഇതിൽ നിന്നും ഇതിലോട്ട്. ഇവിടെ നമ്മൾ അനിതയും കൂട്ടുകാരും പേന വാങ്ങി. ചോദ്യം നല്ലപോലെ പേന വാങ്ങി. 5 പേന ഒന്നിച്ച് വാങ്ങിച്ചു. 5 എണ്ണം നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ ഒന്നിച്ച് വാങ്ങിച്ചു. അപ്പം ഇൻറ്റു 5 ആണ് കേട്ടോ. ഒന്നിച്ച് നമ്മൾ വാങ്ങിച്ചു കേട്ടോണേ. 5 പേനയാണേ, ഒന്നല്ല 5 എണ്ണം, അതാ ഇൻറ്റു വന്ന് കേട്ടോ. 5 പേന ഒന്നിച്ച് വാങ്ങിച്ചപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ അവരുടെ കുറച്ച് കിട്ടി. -3. 5 പേന വാങ്ങിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ല ഇവിടെ +5 എന്താ വരാഞ്ഞെന്ന്. ഒന്നല്ല കുഞ്ഞുങ്ങളെ, 5 എണ്ണം. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളെങ്കിൽ അതിന് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും 5 പേനയാണ് അവർ. അപ്പോൾ ഒന്നിൻ്റെ വില നമുക്ക് അറിയത്തില്ലല്ലോ. 5 പേന ഒന്നിച്ച് വാങ്ങിച്ചപ്പോൾ അത് അവിടെ ഇൻറ്റു വന്നു കേട്ടോ. ഒന്നിച്ച് കൂട്ടുകാരും പേന ഒന്നിച്ച് വാങ്ങിച്ചപ്പോൾ എത്ര രൂപയാണ് അവിടെ കുറഞ്ഞ് കിട്ടിയത്? 3 രൂപ കുറഞ്ഞ് കിട്ടി. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? കോസ്റ്റ് ഓഫ് പെൻ എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് 5 പെൻ അല്ലേ, 5 പേനല്ലേ, പെൻ 5 കേട്ടോ. കോസ്റ്റ് ഓഫ് 5, ഒരു പേനയുടെ വില അപ്പോൾ എത്രയാണെന്ന് കാണാൻ വേണ്ടിയായി കിടന്ന് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് 5 പെൻ. നോക്കിയേ ഇവിടെ. അപ്പം നമുക്ക് മൊത്തം വില എത്രയാണെന്ന് തന്നു. എത്ര മൊത്തം കൂടെ ചിലവായത്? 32 രൂപയാണ്. ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 5 പേനയാണ് അവർ ഒന്നിച്ച് വാങ്ങിച്ചത്. 3 രൂപ കുറവ് വാങ്ങിച്ച ഇൻറ്റു കുറഞ്ഞത് മൈനസ്. അപ്പോൾ അവിടെയൊക്കെ ചിലവായത് 32. അപ്പം നമുക്കിനി തിരിഞ്ഞു പോകണ്ടായോ? ഇങ്ങനെ തിരിഞ്ഞ് പോകണം അല്ലേ. അപ്പം -3 ആയി ഇവിടെ വന്നേ. അതിവിടെ വരുമ്പോൾ എന്താ +3 ആവും. അപ്പം 32ഉം 3ഉം എത്ര വരും? 35 വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 35. ഇനി അവിടെ നിന്നും വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താ? ഇൻറ്റു ആണെങ്കിൽ അത് ഡിവിഷനാണ്. ഡിവിഷൻ 5 ആവും. അപ്പം 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര? 7 5 35. എത്ര? അപ്പോൾ ഇവിടെ എത്ര വരും? 7. അപ്പോൾ ഇവിടുത്തെ ആൻസർ 7 കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പം മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ. സൂം ചെയ്യുന്ന നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഉണ്ടോ എങ്ങനെയൊക്കെയാണ് ഓരോന്നും വന്നതെന്ന്? അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പേനയുടെ വില, ഒരു പേനയുടെ വില എത്ര? 7 രൂപ. കോസ്റ്റ് ഓഫ് 1 പെൻ, കോസ്റ്റ് ഓഫ് 1 പെൻ ഈസിക്കൽ ടു 7 റുപ്പീസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്ന നമുക്ക് ഇനി അങ്ങോട്ട് കണക്ക് ചെയ്യണ്ടേ? അപ്പോൾ മനസ്സിലാക്കി വേണ്ടേ കുഞ്ഞുങ്ങളെ പാൻ കേട്ടോ. 7. ഇനി അടുത്ത നമുക്ക് നോക്കിയേ, നോക്കണേ കുഞ്ഞുങ്ങളെ. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ദ റിസൾട്ട് of doing some operations on the number is given. Find each of number. 3 added to 2 and that times the number gives 101. ചുവടെയുള്ള കണക്കുകളെല്ലാം ഒരു സംഖ്യയിൽ ചില ക്രിയകൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ പറഞ്ഞിരിക്കുന്നു. ചുവടെയുള്ള നമുക്കൊരു കുറേ കണക്കുകൾ താപ്പോട്ട് 1 2 3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫലം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓരോന്നിലും സംഖ്യ നിങ്ങൾ കണ്ടുപിടിക്കുക. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. നോക്കണേ കുഞ്ഞുങ്ങളെ, 2 മടങ്ങ് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, 2 മടങ്ങ് 3 ടൈംസ്. 2 മടങ്ങ് 2 ആഡഡ് എന്ന 2 മടങ്ങിനോട് കേട്ടോ, 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101 കിട്ടി. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യും? നമുക്ക് അതെ മുമ്പലത്തെ കൂട്ട് തന്നെ വട്ടം വരച്ച് 1 2 3 നല്ലപോലെ വരയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചാൽ നിങ്ങൾ നല്ല സർക്കിളൊക്കെ വരച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി വേണം കേട്ടോ. ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 മടങ്ങ് എന്ന് കേട്ടാൽ കേട്ടോ, നിങ്ങളത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. എന്താ 2 എന്ന് വെച്ചാൽ 2 ആഡഡ് ടു
കേട്ടോ. 2 ആഡഡ് ടു 3 കൂട്ടിയപ്പോഴല്ലേ, നോക്കാം, 2 മടങ്ങിനോടാണ്. അപ്പോൾ മടങ്ങെന്ന് കേൾക്കുമ്പോഴേ എന്താണ്, ഇൻറ്റു ആണ് കേട്ടോ. 2 ഇൻറ്റു 2. പിന്നെ 3 കൂട്ടിയപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് +3 കൂട്ടിയപ്പോൾ എത്ര വന്നു, 101. ഇത് 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 മടങ്ങിനോട് അതായത് 3 ആഡഡ് ടു 2 ടൈംസ് എത്ര വെട്ടം എന്നുള്ളതാകും നിങ്ങളെ ഈ കൊടുത്തേക്കുന്നത്. 2 ടൈംസ് കേട്ടോ. എത്രയാണ് കൂട്ടിയത്, +3. ചോദ്യം കണ്ട് ഇവിടെ ഇംഗ്ലീഷും ഉണ്ട്, ഇവിടെ മലയാളവും ഉണ്ട് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കണേ. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ, ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് ചോദിക്കുന്നത്, 3 ആഡഡ് 3 കൂട്ടണം ടു 2 ടൈംസ് ദ നമ്പർ. 2 വെട്ടം 2 ടൈംസ് കേട്ടോ, മനസ്സിലാക്കണേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഇവിടെ വരെ എത്തി. എത്ര ഇവിടെ 2 ടൈംസ് ആണ് അല്ലേ, 2 നമ്പർ 2 നമ്പർ ഓരോ സംഖ്യ ചില നോക്കിയേ. 2 മടങ്ങിനോട് 3 കൂട്ടിയോ, നോക്കിക്കേ 101. അപ്പം നമുക്കിത് തിരിച്ചു പോകണ്ടേ, 1 തിരിച്ചു പോവാം. നോക്കിക്കേ ഇവിടെ +3 ആണ്, അപ്പോൾ ഇവിടെ വരുമ്പോൾ -3. അപ്പം 101 3 പോയി കഴിഞ്ഞാൽ എത്ര വരും കുഞ്ഞുങ്ങളെ, 98. 3 വലിയ 11, 98. അപ്പോൾ ആ 98 ഈ ബോക്സിൽ വരുന്നത്. ഇനി ഇൻറ്റു 2 ആണ്. ഇൻറ്റു വരുമ്പോൾ എന്തായാലും ഡിവിഷൻ ആവും, ഡിവിഷൻ 2. അപ്പോൾ 98 ഡിവൈഡ് 2, 4 2 8, 9 2 9 18. അപ്പോൾ എത്ര, 49. ഇപ്പോൾ പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതേലെ കുറേ ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ, അപ്പോൾ പ്ലസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. മടങ്ങെന്ന് കേൾക്കുമ്പോഴേ കേട്ടോ, 2 ടൈംസ്, ഇംഗ്ലീഷ് മീഡിയക്കാർ ടൈംസ്, 2 ടൈംസ് എന്ന് കേൾക്കുമ്പോഴേ ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ അതറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ്. ഇവിടെ +3 ആണെങ്കിൽ ഇവിടെ -3, ഇൻറ്റു ആണെങ്കിൽ ഡിവിഷൻ. അപ്പോൾ അതങ്ങ് ചെയ്താൽ മതി. 49. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. 2 ആഡഡ്, നല്ലോണം നോക്കണേ കുഞ്ഞുങ്ങളെ. 2 ആഡഡ് ടു 3 ടൈംസ് ദ നമ്പർ ഗീവ്സ് 101. 3 മടങ്ങിനോട്, ആ ചോദ്യത്തിൽ തന്നെ നമുക്കറിയാം അല്ലേ, 1 2 3. അപ്പം നമ്മൾ 1 ഇതിനെ അങ്ങോട്ട് വിട്ടു. ഫസ്റ്റ് നമുക്കറിയത്തില്ല. 3 മടങ്ങിനോട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മടങ്ങ് എന്ന് കേൾക്കുമ്പോൾ മീൻസ് 3 മടങ്ങെന്ന് വെച്ചാൽ എന്താ, 3 ടൈംസ്. നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിൽ എന്താ, 2 ആഡ് ചെയ്യണം 3 ടൈംസ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇവിടെ വന്നു കേട്ടോ. 3 ടൈംസ് 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ എത്ര വന്നു, 101 കേട്ടോ. എത്ര, 3 ഇൻറ്റു നമ്പർ, 3 ടൈംസ് ആണ് കേട്ടോ. അതവിടെ 3 നമ്പറിനോട് 3 ടൈംസ്. ഇനിയിപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിവിടാണ് കേട്ടോ. ഇനി +2, ഇതിനെ തിരിച്ച് വീട്ടിൽ പോകാം. ഇങ്ങനെ തിരിച്ചെഴുതുക. ഈ ആരോ മാർക്ക് നോക്കണം കേട്ടോ. ആരോ മാർക്ക് എങ്ങോട്ടൊക്കെയാണ് പോയേക്കുന്നതെന്ന്, തിരിച്ചിങ്ങോട്ട് കേട്ടോ. അപ്പം +2 ഇവിടെ വരുമ്പോൾ എന്താ, -2 ആയിട്ട് മാറി. 101 2 കുറച്ചാൽ 101 2 കുറച്ചാൽ എത്ര നിങ്ങളെ, 9. പിന്നെ എത്ര, 9ഉം 10 എന്നല്ലേ 1 ഇങ്ങോട്ട് കൊടുത്തേ, 11 9, പിന്നെ ഇവിടെ 9 99. നോക്കിക്കേ ഇവിടെ 99 വന്നു കേട്ടോ, 99. ഇനി ആ 99 ഇൻറ്റു 3 അതിവിടെ വരുമ്പോൾ ഡിവിഷൻ 3. അപ്പോൾ ഏതാ, 99നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, ഏതാ 3 9, 3 3 9. അപ്പോൾ ആൻസർ 33 ആൻസർ. ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ആദ്യമേ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെല്ലാം ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, 3 മടങ്ങ്, അതായത് 3 ടൈംസ് എന്ന് വെച്ചാൽ ഇൻറ്റു ചെയ്യാനാണ്. പിന്നെ 2 ആഡ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ 101 ഉണ്ട്. എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് നമ്പർ കാണും. ഇനി മേളിൽ +2 ആണെങ്കിൽ താഴെ -2, ഇൻറ്റു 3 ആണെങ്കിൽ ഡിവിഷൻ 3. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? അടുത്ത ടെസ്റ്റിലെ ചോദ്യം ഇതെല്ലാം കേട്ടോ. അടുത്ത 3 സബ്ട്രാക്റ്റഡ് ഫ്രം 2 ടൈംസ് ദ നമ്പർ ഗിവ്സ് 101. 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ, 2 മടങ്ങിനോട് 3 കുറച്ചപ്പോൾ 101 കിട്ടിയെന്ന്. മൂന്നാമത്തെ ചോദ്യമാണേ. 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101 കിട്ടി. നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനി ഒന്നും ആലോചിക്കേണ്ട, നമ്മളെല്ലാ കണക്കും ഇങ്ങനെ തന്നെയാണ്. 1 2
3. ഇതെന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും അല്ലേ? ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ എത്രയാണെന്ന് നമുക്കറിയത്തില്ല. 2 മടങ്ങിൽ നിന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മടങ്ങെന്ന് വെച്ചാൽ എന്താ? 2 ടൈംസ് എത്രയാണെന്ന് നോക്കുക. 2 ടൈംസ് ആണ്, അതായത് 2 മടങ്ങ്. അപ്പം ഇൻറ്റു 2 ആണ്. എത്ര കൂട്ടാനാണോ കുറയ്ക്കാനാണോ? 3 സബ്ട്രാക്റ്റഡ്, 3 കുറയ്ക്കാൻ -3. അപ്പം നമുക്ക് 101. കണ്ടോ? ഇനി -3 ഇവിടെ വരുമ്പോൾ +3. 101 +3 ആണ്. അപ്പോൾ 3 കൂട്ടിയാൽ 104 ആണ്. അപ്പോൾ ആ 104 നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 104. പിന്നെ ഇവിടെ ഇൻറ്റു 2 ആയപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവിഷൻ 2. 104 നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 2 10, 2 2 4, 52 വരും കേട്ടോ. 52. ഇതിൽ സംശയമുണ്ടോ നിങ്ങളെ? 2 മടങ്ങിൽ നിന്ന്, 2 മടങ്ങെന്ന് വെച്ചാൽ ഇൻറ്റു 2, 3 കുറച്ചാൽ -3, 101 വരും. വീണ്ടും തിരിച്ച് കണ്ടോ? എന്താ? -3 ഇവിടെ വരുമ്പോൾ +3, 101ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 104. പിന്നെ ഇൻറ്റു 2 ഇവിടെ വരുമ്പം ഡിവിഷൻ 2. അപ്പോൾ 104നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 52. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത് എളുപ്പ വഴിയിലാണ് ഇതെല്ലാം പറയുന്നത്. അതിൻ്റെ 4ാമത്തെ ചോദ്യം, 2 സബ്ട്രാക്റ്റഡ് ഫ്രം 3 ടൈംസ് ദ നമ്പർ ഗിവ്സ് 101. 101. 3 മടങ്ങിൽ നിന്നും 2 കുറച്ചപ്പോൾ വരയ്ക്കാം. 1 2 3. അപ്പോൾ എളുപ്പമായി കാണും അല്ലേ? ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. ഇവിടെ എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷേ 3 മടങ്ങിൽ നിന്ന്. അപ്പോൾ അങ്ങനെ എഴുതണം. 4ാമത്തെ ചോദ്യമല്ലേ ഇത്? 3 മടങ്ങെന്ന് വെച്ചാൽ ഇൻറ്റു 3 എന്ന് വെച്ചാൽ എത്ര ടൈമാണ്? 3 ടൈംസ്. 2 സബ്ട്രാക്റ്റഡ്, 2 കുറയ്ക്കാൻ, 2 കുറച്ചു. അപ്പോൾ എത്ര വന്നു? 101. അപ്പം -2 -3 ഇവിടെ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ +3. അപ്പം 101 3 കൂട്ടണം. അപ്പം 104. അപ്പം ഇവിടെ 104. ഇനി ഇൻറ്റു 3 ഇവിടെ വരുമ്പോൾ ഡിവിഷൻ 3 ആണ്. 104നെ നമ്മളെന്താ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. 3 9, 14, 2 അല്ല 4 3 12, 3 12, ശിഷ്ടം 2. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ 2 കുറയ്ക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ 2 കുറയ്ക്കാനാണ് ചോദ്യത്തിൽ കേട്ടോ. അപ്പോൾ ഇവിടെ 101ൻ്റെ കൂടെ 2 കുറച്ചാൽ 103 ആണ് നമ്മുടെ ചോദ്യം കേട്ടോ. 103. അപ്പോൾ ഇവിടെ എന്താ? 103 വെച്ചാണ് കേട്ടോ. അപ്പം എത്ര? 4 3 12, ശിഷ്ടം 1 വരും. സംശയമുണ്ടോ? ഞാനിവിടെ 3 എഴുതി കേട്ടോ. 3 അല്ല കുഞ്ഞുങ്ങളെ, 2 കുറയ്ക്കേണ്ടത്. അപ്പോൾ 101 2 കുറച്ചപ്പോൾ 103. 103നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 34 ക്വോഷ്യൻ്റ് വന്നത് കേട്ടോ. ഡിവൈസർ 3, പിന്നെ റിമൈൻഡർ 1 വന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്വോഷ്യൻറ്റിനെ അതുപോലെ എഴുതുക കേട്ടോ. റിമൈൻഡറിനെ മേലി വിടുക, ഈ ഡിവൈസറിനെ ഇവിടെ എഴുതുക. നമ്മളിത് ഓർമ്മയുണ്ടോ? മിക്സർ ഫ്രാക്ഷനൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങളെ? ക്വോഷ്യൻറ്റിനെ അതുപോലെ എഴുതുക, ഡിവൈസറിനെ താഴെ എഴുതുക, എപ്പോഴും റിമൈൻഡറിനെ മേലി എഴുതുക കേട്ടോ. ഇങ്ങനൊരു കണക്ക് ഇങ്ങനെ മിക്സർ ഫ്രാക്ഷനിൽ ഈ ഒരെണ്ണേ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട, ഓർമ്മയേ ഉള്ളൂ. ഓക്കെ, അടുത്ത 4ാമത്തെ ചോദ്യം. ദ സം ഓഫ് 6 ടൈംസ് എ നമ്പർ ആൻഡ് 4 ഈസ് 100. വാട്ട് ഈസ് ദ നമ്പർ? ഒരു സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. സംഖ്യ എന്താണ്? എളുപ്പമല്ലേ കുഞ്ഞല്ലേ? നോക്കിയാൽ 1 2 3. നമ്പർ ഏതാണെന്ന് നമുക്കറിയത്തില്ല അല്ലേ? ഇവിടെ അപ്പം നമ്പറാണ് എഴുതേണ്ടത്. ഏതാണെന്ന് നമുക്കറിയത്തില്ല നമ്പർ. പിന്നെ എത്ര ഉണ്ട്? 6 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കൊണ്ട് ആ നമ്പറിനെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചു അല്ലേ? അപ്പം ഏതോ ഒരു നമ്പർ, ആ നമ്പറിനെ നമ്മൾ 6 കൊണ്ട് ഗുണിച്ചു. പിന്നെ ഗുണിച്ചപ്പോൾ എന്നിട്ട് 4 കൂട്ടി. ഒരു സംഖ്യയെ 6 കൊണ്ട്, ഏതോ ഒരു സംഖ്യയാണ് ഇവിടെ, ആ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചു, എന്നിട്ട് 4 കൂട്ടി. സംഖ്യ ഏതാ? 100 അപ്പോൾ ഇവിടെ +4 ഇവിടെ വന്നപ്പോൾ അപ്പോൾ എന്തായി? -4. 100ൽ നിന്നും 4 പോയാൽ എത്ര? 96. ഇനി ആ 96നെ നമ്മൾ വീണ്ടും എടുത്തു. ഓക്കെ, ഇൻറ്റു 6 അല്ലേ? ഗുണിക്കാനാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവിഷനാണ്. ഡിവിഷൻ വരും. ഡിവിഷൻ ആകുമ്പോൾ 96നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഒരു 6 6 6 3 9 6 6 36.
അപ്പോൾ ഇവിടെ 6 കുഞ്ഞുങ്ങൾ വരുന്നത് 16. ഓക്കെ, അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടത്. ഒരു സംഖ്യയോട് 6 കൂട്ടി എന്നിട്ട് 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 100 കിട്ടി. സംഖ്യ എന്താണ്? 4 ടൈംസ് ദ സം ഓഫ് എ നമ്പർ ആൻഡ് 6 ഗീവ്സ് 100. വാട്ട് ഈസ് ദ നമ്പർ? ഓക്കെ, 1 2 3 അല്ലേ? സംഖ്യ നമുക്കറിയത്തില്ല. അപ്പം എത്ര? 4 ടൈംസ് അല്ലേ? 4 ടൈംസ് ദ സം ഓഫ് എ നമ്പർ. ഒരു സംഖ്യയോട് 6 കൂട്ടണം. 6 കൂട്ടി 6 കൂട്ടണം. അപ്പോൾ +6. 4 കൊണ്ട് ഗുണിക്കുക ഇൻറ്റു 4. അപ്പോൾ എത്ര വരും? 100. ഒരു സംഖ്യയോട് 6 കൂട്ടണം. സംഖ്യ ഏതാണെന്ന് നമുക്കറിയത്തില്ല. ആ സംഖ്യയോട് 6 കൂട്ടണം എന്നിട്ട് 4 കൊണ്ട് ഗുണിക്കണം. അപ്പം 100. അപ്പോൾ തിരിച്ചു വാ. ഇൻറ്റു 4 ഇവിടെ വരുമ്പോൾ ഏതാ? ഡിവിഷൻ 4 ആയിട്ട്. അപ്പോൾ 100നെ നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര? 2 4 8, 2 20, 5 4 20. എത്ര? 25 കേട്ടോ. ആ 25നെ +6 ഇവിടെ വരുമ്പോൾ -6. 25ൽ നിന്നും 6 പോയാൽ എത്രയാണ്? 9 10 11 12 13 14 15 9. ആൻസർ 19. കണ്ടോ? നല്ലപോലെ മനസ്സിലാക്കണേ. എന്താ പേജ് നമ്പർ 82 ഇവിടെ വരെയുള്ള കണക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് ഇത് തീരത്തില്ല കുഞ്ഞുങ്ങളെ. ഓരോ രീതിയിലുള്ള കണക്കുകളാണ് ഞാൻ പാർട്ടായിട്ട് ഇടുന്നത്. ഒന്നാമത്തെ പാർട്ട് നമുക്ക് നല്ലപോലെ അറിയാം. ഏതാ? അതിനെ എക്സ് എന്ന പേര് കൊടുത്ത് ചെയ്യണം എന്നൊക്കെ നല്ല രീതിയിൽ 2 മെത്തേഡിൽ സത്യത്തിൽ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് അത് ചെയ്യുക. ഇപ്പോൾ പാർട്ട് 2 ആണ്. ഈ പാർട്ട് 2-ലെല്ലാം ഈ മെത്തേഡിലെ കണക്കുകളാണ്. അതായത് പല വിധത്തിലെ മാറ്റങ്ങൾ എന്നാണ് ഹെഡിങ്. അപ്പോൾ അത് നോക്കുക. ഇനി നമ്മൾ മടങ്ങും ഭാഗവും കേട്ടോ. മടങ്ങും ഭാഗവും എന്ന് പറയുന്ന പാർട്ടാണ്. അത് മൾട്ടിപ്പിൾസ് ആൻഡ് പാർട്ട് എന്നുള്ളത് അല്ലേ? ആ ഭാഗമാണ് അത് നമ്മൾ പാർട്ട് 3-ൽ ഇടാൻ പോകുന്നത്. ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നമ്മൾ അടുത്ത പാർട്ട് ഇടുമ്പോൾ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളെ മനസ്സിലായെന്ന് കരുതുന്നു. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.